മകളുടെ കല്യാണ ചടങ്ങ്. ഇങ്ങനെ ദുരാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അബദ്ധജനിലങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെയും ഒരു പേക്കൂത്തായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ച ആചാര്യ അപ്പാവു വൈദ്യനും ഷടാനന്ദ സ്വാമിയുമെല്ലാം തന്നെ വിളക്കത്തിലെ നായർ സമാജം എന്ന ഒരു മഹാസംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ 125 വർഷം ആഘോഷിക്കുമ്പോൾ വലിയ മാറ്റം, ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റമുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യ സമരം നടന്നു, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമുണ്ടായി, വലിയ പോരാട്ടം നടന്നു, ബ്രിട്ടീഷുകാരെ നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് ഓടിച്ചു, ഇന്ത്യക്കാരുടേതായിട്ട് മാറി, നമ്മുടേതായിട്ടുള്ള ഒരു ഭരണഘടന നമുക്കുണ്ടായി. ആ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ഭരണഘടന നിർമ്മാണ സഭയിൽ അതിന് നേതൃത്വം കൊടുത്താൽ ഒരു ദലിതനായിട്ടുള്ള ഒരു മഹാമനുഷ്യനായിരുന്നു നേതൃത്വം കൊടുത്ത ഡോക്ടർ ബി അംബേദ്കർ അല്ലേ. അദ്ദേഹത്തിന്റെ ജന്മദിനം വരികയാണ് ഈ മാസം 14-ാം തീയതി, നമ്മുടെ വിഷു ദിവസം. അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ ജന്മദിനം വരികയാണ്. അംബേദ്കറുടെ നേതൃത്വത്തിൽ ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭരണഘടന നമുക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയും ചേർന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നാം, ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് സമർപ്പിക്കുന്ന ഭരണഘടന. അതായിരുന്നു രാജ്യത്തിന്റെ ഭരണഘടന. എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി, എല്ലാവർക്കും തുല്യമായിട്ട് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിന് വേറെ പ്രശ്നമാണ്. പക്ഷെ ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം എന്ന് പറയുന്നത് എന്താ? തുല്യതയാണ്. തുല്യത ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അതിന് ഹാനി സംഭവിച്ചാൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മൾ 142 കോടി വരുന്ന മക്കൾക്കും ഈ ഭരണഘടന നമുക്ക് ചില അവകാശങ്ങൾ നൽകുന്നു. അതെല്ലാം തന്നെ നിലനിർത്തുക എന്ന് പറയുന്ന ഗൗരവതരമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഈ 125-ാം വാർഷികം നടക്കുന്നത്. ഇന്നും നിങ്ങൾ ശ്രദ്ധിക്കൂ, ചില മംഗളകർമ്മങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്നും ദലിതരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്റെ ഓർമ്മയിൽ ഈ സമീപ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള 2-3 കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ്. നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തേണ്ടത് ആരാണെന്നുള്ള കാര്യത്തിൽ? ആർക്കെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? ആരാ നടത്തേണ്ടത്? നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി തന്നെയാണ് നടത്തേണ്ടത്, വേറെ ആരുമല്ല നടത്തേണ്ടത്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി അവരാരാ? ദ്രൗപദി മുർമു. അവര് ദലിതാണ്. ദലിത് മാത്രമല്ല, അവർ വിധവ കൂടിയാണ്. രാഷ്ട്രപതിയല്ല ആ ഉദ്ഘാടന ചടങ്ങ് നടത്തിയത്. നിങ്ങൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷം ബ്രാഹ്മണ സന്യാസിമാരും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കൂടെ ചേർന്ന് ആ ചടങ്ങ് നടത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. എന്തുകൊണ്ടാണ് അവർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്നുള്ള ചോദ്യം നാം നമ്മോട് തന്നെ, നമ്മുടെ നെഞ്ചിനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? വെറും ഓർണമെന്റലായിട്ടുള്ള ഒരു ആലങ്കാരിക പദവി മാത്രമാണോ രാഷ്ട്രപതി കസേര എന്ന് പറയുന്നത്? ഇന്ത്യയിലെ നമ്പർ 1 ആണ്. 142 കോടി വരുന്ന ജനങ്ങളിൽ നമ്പർ 1 ആരെന്ന് ചോദിച്ചാൽ ആരാ? രാഷ്ട്രപതി തന്നെയാണ്, വേറെ ആരുമല്ല. ഒരു സംശയവും ആർക്കും വേണ്ട. അടുത്തൊരു ചടങ്ങിനെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. രാമക്ഷേത്ര നിർമ്മാണം. ഈ അടുത്ത കാലത്ത് അതിൽ ഒരു പള്ളി വിളിച്ചിട്ടാണ് ചെയ്തത്. ഇരിക്കട്ടെ, രാമക്ഷേത്രം നിർമ്മിച്ചു. അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, നമ്മൾ പ്രതിഷ്ഠാ ചടങ്ങ് എന്നെല്ലാം പറയും. ഉത്തരേന്ത്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. രാജ്യത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകളെ ക്ഷണിച്ചു, പലരെയും വിളിച്ചു. പക്ഷെ വിളിക്കാത്ത 2 ആളുകൾ ഉണ്ടായിരുന്നു. അവർ ദില്ലിയിലുണ്ടായിരുന്നു. അവർ വിളിച്ച് അവരെ വിളിച്ചില്ല, അവരെ ക്ഷണിച്ചില്ല. ആരൊക്കെയാണെന്നറിയോ? ഒന്ന് ഈ രാഷ്ട്രപതി തന്നെയാണ്. 2 മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. അദ്ദേഹം ദലിതനാണ്. മംഗളകർമ്മങ്ങളിൽ ദലിതനും ഇതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുന്നതാണത്. അതിനു മുമ്പുള്ള പ്രതിഭാ പാട്ടീലിനെ വിളിച്ചു. അതും കൂടെ ചേർത്ത് വെച്ചുള്ള വായിക്കാനായിട്ട്. പ്രതിഭാ പാട്ടീൽ എന്ന് പറയുന്നത് രാംനാഥ് കോവിന്ദിന് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രപതിയാണ്. പ്രതിഭാ പാട്ടീലിനെ വിളിച്ച സ്ഥലത്ത് രാംനാഥ് കോവിന്ദ് അദ്ദേഹം അന്ന് ഡൽഹിയിലുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ദ്രൗപദി മുർമുവിനെ വിളിച്ചില്ല. 3-മത്തൊരു കാഴ്ച ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു. എന്താണെന്നറിയോ? ഭാരതരത്നം അവാർഡ് സമ്മാനിക്കാനായിട്ട് അദ്വാനി എന്ന ഇന്ത്യയിലെ ഒരു വലിയ സമുന്നത നേതാവിന്റെ പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് അവാർഡ് മേടിക്കാനായിട്ട് രാഷ്ട്രപതി ഭവനിൽ വരാൻ സാധിക്കുന്നില്ലെന്നാണ് പറഞ്ഞു കേട്ടത്. ഏതായിക്കോട്ടെ, ഏതായാലും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ഈ ഭാരതരത്നം ബഹുമതി സമ്മാനിക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. ആ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ പട്ടികജാതിക്കാരിയോ അല്ലെങ്കിൽ പിന്നോക്കക്കാരിയോ